ജീൻ ഡുബ്രോയിസ് എന്നൊരാളുണ്ടായിരുന്നു. അയാളുടെ കൃഷിത്തോട്ടം നിറയെ വിളകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ജീനിന് കുടുംബമോ സഹായിക്കാൻ കൂലിപ്പണിക്കാരോ ഇല്ലാത്തതിനാൽ ഇത് ആളുകളെ അമ്പരപ്പിച്ചു. പല രാത്രികളിലും ജീൻ ഡുബ്രോയിസിന്റെ വീട്ടിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നതായി നാട്ടുകാർ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ അയൽക്കാർ അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. ജീൻ വരുന്നത് കാണുമ്പോൾ ആളുകൾ വഴി മാറി നടക്കുമായിരുന്നു. ഒരു രാത്രി ജീനിന്റെ അയൽക്കാരനായ അൽഫോൺസിന് അമിതമായി മദ്യപിക്കാൻ തോന്നി. വിചിത്രമായ ശബ്ദങ്ങൾ കേട്ട് ഒരു കുറുക്കുവഴിയിലൂടെ ജീനിന്റെ വീട്ടിലേക്ക് പോകാൻ അൽഫോൺസ് തീരുമാനിച്ചു. വയലുകളിലൂടെ നടക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ നിന്ന് ഒരു വലിയ അലർച്ച കേട്ടു. അൽഫോൺസ് നിലത്തു വീണു. ഒരു വലിയ തോണി തന്റെ മുകളിലൂടെ പറക്കുന്നത് കണ്ടു. ജീനിന്റെ വീടിനടുത്തുള്ള പറമ്പിൽ തോണി നിലത്തു വീണു. കൈയിൽ ചാട്ടയുമായി ഒരു പിശാച് പുറത്തേക്ക് ചാടി. പിശാചിനെ കണ്ടപ്പോൾ അൽഫോൺസ് വയലിന്റെ അരികിലെ കുറ്റിച്ചെടികൾക്കിടയിൽ ഒളിച്ചിരുന്നു. തോണിയിൽ നിന്ന് പുറത്തുവരൂ എന്ന് പിശാച് നിലവിളിക്കുന്നത് അയാൾ കേട്ടു. ചെന്നാക്കളുടെ രോമക്കുപ്പായമുള്ളതും എന്നാൽ മനുഷ്യരുടെ പോലെ നടക്കുന്നതുമായ 20 ജീവികൾ തോണിയിൽ നിന്ന് ഇറങ്ങി വന്നു. അൽഫോൺസ് അവരെ ഉടൻ